ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിൻ്റെ കടഭാരം മുഴുവൻ കർത്താവ് ഏറ്റെടുത്ത് അനുഗ്രഹിച്ച ഒരു അനുഭവ സാക്ഷ്യമാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ജോലിയില്ലാത്തവർക്കുമൊക്കെ ഈ സാക്ഷ്യം ഒരനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രെയർ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരി, ആ ചേച്ചിയുടെ ജീവിത പങ്കാളി ഒരു ഗവൺമെൻറ് ഹൈസ്കൂൾ അധ്യാപകനാണ്. ഈ ചേച്ചിയും ടീച്ചറാണ്, പക്ഷേ ഒരു CBSE സ്കൂൾ അധ്യാപിക. നമുക്കറിയാം, CBSE സ്കൂളിൽ പഠിപ്പിക്കുന്നവർക്കൊക്കെ കാര്യമായ സാലറിയൊന്നുമില്ല, കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരാണ് അവർ. എങ്കിലും രണ്ടു പേർക്കും സ്ഥിരമായൊരു ജോലി ഉണ്ടായിട്ടും അത്യാവശ്യം വരുമാനമുണ്ടായിട്ടും അന്നന്ന് വേണ്ട കാര്യങ്ങളൊന്നും ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു അവർ. വീട് പണിതതിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് കടങ്ങൾ അവർക്കുണ്ടായിരുന്നു. പിന്നെ 4 മക്കളെ പഠിപ്പിക്കണം. അങ്ങനെ സാമ്പത്തികമായിട്ട് അവർ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നൊരു സമയത്ത് ആ ചേച്ചിക്ക് ഒരു ധ്യാനത്തിൽ വെച്ച് കിട്ടിയ ബോധ്യമായിരുന്നു ഫിലിപ്പി 4:19 വചനം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് ചേച്ചി ഒരു ധ്യാനത്തിൽ വെച്ച് കേട്ടു. അങ്ങനെ ഈ വചനം ചേച്ചി എപ്പോഴും ഇങ്ങനെ ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാനായിട്ട് തുടങ്ങി. ഈ ചേച്ചി ഒത്തിരി പ്രാർത്ഥിക്കുന്ന, നല്ല കൃപയിൽ ജീവിക്കുന്ന ഒരു സഹോദരിയാണ് കേട്ടോ. അടിയുറച്ച ഒരു ദൈവവിശ്വാസിയാണ്. ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കും തോറും പ്രയാസങ്ങളൊക്കെ ഒന്നിനു പുറകെ ഒന്നായി ഏറി വന്നുകൊണ്ടിരുന്നു. എങ്കിലും ദൈവത്തെ പഴിച്ചില്ല, തള്ളി പറഞ്ഞില്ല. ഈശോയെ കൂടുതൽ ആശ്രയിക്കാനായിട്ട് തുടങ്ങി. ഒത്തിരി ചേച്ചി മാനസികമായിട്ട് തകർന്നു പോയ അവസരങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊന്നും എനിക്കിവിടെ പങ്കുവയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ ചേച്ചി കടന്നുപോയി. എങ്കിലും നിരന്തരമായ മടുപ്പില്ലാത്ത പ്രാർത്ഥനകൾക്ക് ദൈവം ഒരു നാൾ ഉത്തരം നൽകി. ചേച്ചി പറയുകയായിരുന്നു, വർഷങ്ങളോളം നിരന്തരം ഈ വചനം പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നുവെന്ന്. നിരന്തരം മുട്ടുന്ന വാതിലുകളൊക്കെ ഒരു നാൾ തുറക്കപ്പെടുമെന്നല്ലേ പറയുന്നത്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ വിദേശത്തൊരു നല്ല സ്കൂളിൽ അധ്യാപികയായി തന്നെ ചേച്ചിക്ക് ജോലി കിട്ടുകയാണ്. ഒരിക്കൽ പോലും ചേച്ചി അങ്ങനെ ഒരു ജോലി സാധ്യത പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നീട് അവിടെ നിന്ന് ചേച്ചിയുടെ ജീവിതം തന്നെ മൊത്തം മാറിമറിഞ്ഞു. അത്യാവശ്യം നല്ല സാലറിയിൽ ചേച്ചിക്ക് അവിടെ ജോലി കിട്ടി. പതിയെ കടങ്ങളെല്ലാം വീട്ടാൻ തുടങ്ങി. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ സാമ്പത്തിക ബാധ്യതകളെല്ലാം തീർന്നു. മക്കൾക്കൊക്കെ നല്ല എഡ്യൂക്കേഷൻ കൊടുത്തു. അവരുടെ ജീവിതങ്ങളും ഈശോ അനുഗ്രഹിച്ചു. മോനിന്നൊരു കോളേജ് പ്രൊഫസറാണ്. സാമ്പത്തിക മേഖല ദൈവം ഏറ്റെടുത്തു. സ്വന്തം കടങ്ങൾ വീട്ടുന്നതോടൊപ്പം തന്നെ ചേച്ചിയുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളെയൊക്കെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവാൻ തക്ക വിധത്തിൽ ചേച്ചിയുടെ സാമ്പത്തിക മേഖലയും കുടുംബത്തെയും ഒക്കെ ഈശോ ഏറ്റെടുത്ത് അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. ഈ ഒരു നല്ല നാളിനായി നീണ്ട കാലങ്ങൾ ചേച്ചി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒരിക്കലും അടുത്ത് പിന്മാറിയിട്ടില്ല. ഒരിക്കൽ ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് വരുന്ന പല മെസ്സേജുകളൊക്കെ ഞാനിങ്ങനെ ഷെയർ ചെയ്ത സമയത്ത് ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവെച്ചത്. അപ്പം ചേച്ചി എനിക്ക് തന്ന ഒരു ഉപദേശമായിരുന്നു, മോളെ, ഇന്ന് കാണുന്ന അവസ്ഥയിൽ എൻ്റെ ജീവിതം മാറിയെങ്കിൽ അതിനൊറ്റ കാരണം ഈ വചനമായിരുന്നു. എപ്പോഴും ഈ വചനം പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ആരെങ്കിലുമൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ മോൾ ഈ വചനം പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ മോൾക്കും ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുമ്പം എന്ന് പറഞ്ഞ് ചേച്ചി എനിക്ക് ഒരു നാൾ നൽകിയ ഒരു ഉപദേശമായിരുന്നു ഇത്. ഒത്തിരി പ്രയാസങ്ങളൊക്കെ വരുമ്പം ചേച്ചി പറയുകയാണ്, എണ്ണമില്ലാത്തവണ്ണം ഇങ്ങനെ നിരന്തരം ഈ വചനം ചേച്ചി ഇങ്ങനെ ഉരുവിട്ട് പ്രാർത്ഥിക്കുമായിരുന്നെന്ന്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഈശോ ആ സമയത്ത് തുറന്നു കൊടുക്കുമായിരുന്നെന്ന്. ലോൺ അടയ്ക്കാൻ ഒക്കെ നിവൃത്തിയില്ലാതെ വരുന്ന സമയത്ത് ഇങ്ങനെ ഈ വചനം പറയുമ്പം ആരിലൂടെയെങ്കിലും ദൈവം ഒരു വഴി അന്നവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു. ജോലിയില്ലാത്തവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുമൊക്കെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ വൈകുമ്പോൾ നിരാശപ്പെടരുത്. നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. നമുക്ക്
ഒന്നുകൂടി ഈ വചനം പറയാം. ഫിലിപ്പി 4:19. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അതുപോലെ മറ്റൊരു വചനം നിങ്ങൾക്ക് പറഞ്ഞു പ്രാർത്ഥിക്കാവുന്നതാണ്. ജെറമിയ 32:27. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ജോലിയില്ലാത്ത മക്കളൊക്കെ എത്ര ശ്രമിച്ചിട്ടും ജോലി കിട്ടാത്തവരൊക്കെ ഈ വചനം പറഞ്ഞങ്ങ് പ്രാർത്ഥിച്ചേ. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ഈശോയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. അതല്ലേ ലൂക്ക 1:37 പറയുന്നത്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ വചനങ്ങളൊക്കെ നിങ്ങളിങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുക. വചനത്തിൻ്റെ ശക്തി ഇറങ്ങും നിങ്ങളുടെ ബുദ്ധിമുട്ടിൻ്റെ മേൽ. ദൈവം ഇടപെടും. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.